കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് വരുന്ന പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. വീഡിയോ കാണുന്ന ആർക്കെങ്കിലും കുടുംബ കോടതി വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങളുണ്ടെങ്കിൽ കോൺടാക്ട് ചെയ്യാം. വാട്സപ്പ് നമ്പർ +91 79 94 97 14 19. ഒരു വട്ടം വിളിക്കുവാനുള്ള കൺസൾട്ടേഷൻ ഫീസ് 500 രൂപ ഗൂഗിൾ പേ ചെയ്യുക. ഇന്നത്തെ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മെയിൻ്റനൻസുമായി ബന്ധപ്പെട്ടുകൊണ്ട് സുപ്രീം കോടതിയിൽ നിന്നും വന്നിട്ടുള്ള ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ടുള്ള ഒരു കോടതി വിധിയെ കുറിച്ചിട്ടാണ്. വിധി ആദ്യം എന്താണ് എന്നുള്ളത് പറയാം. അതായത് BNSS 144 അല്ലെങ്കിൽ CRPC 125 മെയിൻ്റനൻസിൻ്റെ സെക്ഷനാണെന്നുള്ളത് നമുക്കറിയാമല്ലോ. അപ്പോൾ കോടതി പറയുന്നത് എങ്ങനെയാണ്: റൈറ്റ് ടു മെയിൻ്റനൻസ് അണ്ടർ സെക്ഷൻ 144 BNSS ഓർ CRPC 125 നോട്ട് എ ബെനിഫിറ്റ് റിസീവ്ഡ് ബൈ വൈഫ് ബട്ട് എ ലീഗൽ ആൻഡ് മോറൽ ഡ്യൂട്ടി ഓൺഡ് ബൈ ഹസ്ബൻഡ് എന്നാണ് പറഞ്ഞിട്ടുള്ളത്. അതായത് ഒരു കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഹിന്ദു ആയിക്കോട്ടെ, മുസ്ലിം ആയിക്കോട്ടെ, ക്രിസ്ത്യൻ, പാഴ്സി അല്ലെങ്കിൽ ഏത് വിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള ആൾക്കാർ ആണ് എന്നുണ്ടെങ്കിലും കല്യാണം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് ഭർത്താവിൽ നിന്നും ചെലവിനുള്ള തുക ലഭിക്കുക എന്ന് പറയുന്നത് ഒരിക്കലും ഭാര്യയ്ക്ക് ഭർത്താവ് കൊടുക്കുന്ന ഒരു ഔദാര്യമല്ല. പകരം അത് നിയമപരമായും മോറലി, അതായത് സൊസൈറ്റി പരമായിട്ടും ഭർത്താവിൻ്റെ പരിപൂർണമായിട്ടുള്ള ഡ്യൂട്ടി അല്ലെങ്കിൽ ഉത്തരവാദിത്തം ആണ് എന്നാണ് കോടതി പറയുന്നത്. സോ അങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ ഭർത്താവ് ഭാര്യയ്ക്ക് കല്യാണം കഴിഞ്ഞതിന് ശേഷം ചെലവിന് കൊടുത്തില്ല എന്നുണ്ടെങ്കിൽ ഭാര്യയ്ക്ക് എന്താ പറയുക, നിർബന്ധമായിട്ടും ഫാമിലി കോടതി അല്ലെങ്കിൽ ജുഡീഷ്യൽ ഫസ്റ്റ് ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയെ സമീപിക്കുകയാണ് എന്നുണ്ടെങ്കിൽ ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും ചെലവിനുള്ള തുക മേടിച്ചെടുക്കാം എന്നാണ് കോടതി പറയുന്നത്. അപ്പോൾ ഇതിലൊരു പ്രധാനപ്പെട്ട പോയിന്റ്, ഭർത്താവിൻ്റെ ഡ്യൂട്ടിയാണ് എന്നിപ്പോൾ കോടതി പറഞ്ഞിട്ടുണ്ടെങ്കിലും അത് എല്ലാ അർഹതപ്പെട്ടിട്ടുള്ള സ്ത്രീകൾക്ക് മാത്രമാണ് ഇതിൻ്റെ ബെനിഫിറ്റ് ലഭിക്കുക. അർഹതയില്ലാത്ത അല്ലെങ്കിൽ ഭർത്താവിൻ്റെ കൂടെ നിൽക്കാത്ത സ്ത്രീകളാണ് എന്നുണ്ടെങ്കിൽ അവർക്ക് കൊടുക്കണമെന്ന് കോടതി ഒരിക്കലും പറഞ്ഞിട്ടില്ല. അങ്ങനെയുള്ള അർഹതയില്ലാത്ത സ്ത്രീകൾക്ക് എങ്ങനെ മെയിൻ്റനൻസ് കൊടുക്കാതിരിക്കാം എന്നുള്ളതിനെ പറ്റിയിട്ട് കോടതി വേറെ 2-3 വിധികൾ പറഞ്ഞിട്ടുണ്ട് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട്. അതെന്തൊക്കെയാണ് എന്നുള്ളത് നമുക്ക് മറ്റൊരു വീഡിയോയിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഈ ഒരു വീഡിയോയിൽ ഭർത്താവിൻ്റെ ഡ്യൂട്ടിയാണ് എന്നാണ് പറയുന്നത്. എങ്ങനെയുള്ള ഡ്യൂട്ടി? ഭർത്താവിനെ നോക്കി, ഭർത്താവിൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കുന്ന സ്ത്രീകൾക്ക് ചെലവിന് കൊടുക്കണം എന്ന് പറയുന്നത്. ക്ലിയർ ആയില്ലേ? സോ ഈ വീഡിയോ കാണുന്ന ഏതെങ്കിലും സ്ത്രീകൾക്ക് ഭർത്താവിൻ്റെ കയ്യിൽ നിന്നും ചെലവിന് പൈസ കിട്ടുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായും നിങ്ങൾക്ക് കോടതിയെ സമീപിക്കാം. ഈ ഒരു ഇൻഫോർമേഷൻ യൂസ്ഫുൾ ആയിട്ടുണ്ടെങ്കിൽ തീർച്ചയായും നമ്മുടെ ചാനലൊക്കെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാം. തൊട്ടടുത്ത് കാണുന്ന ആ ബെൽ ബട്ടണും എനേബിൾ ചെയ്യുക. പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ബൈ.